ഹലോ, നമസ്കാരം. ഇറ്റ്സ് മീ സാർ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ നമുക്കറിയാം, ദ ബുക്ക് ഓഫ് സാത്താൻ എന്ന് പറയുന്ന ബുക്കിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് നെഗറ്റീവായിട്ടാണ് എല്ലാ മതവിശ്വാസികളും കരുതുന്നത്. സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നെഗറ്റീവായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മുതലേ സ്നേഹം, കരുണ, വാത്സല്യം ഇതൊക്കെയാണ് സൂക്ഷിക്കുന്നത്. എപ്പോഴും നമ്മളെ മതങ്ങളിൽ പഠിപ്പിക്കുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് എല്ലാ മതങ്ങളിലും. ഇപ്പോൾ നമുക്കറിയാം, ഹിന്ദു മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും ബൈബിളിലായാലും എവിടെയായാലും ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അതിന് ഒരുപാട് ഫോക്കസ് കൊടുക്കുന്നൊരു ഇതാണ് ക്രിസ്ത്യൻസ് ബൈബിളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ നമ്മൾ അയൽക്കാരെ സ്നേഹിക്കുക. അത് മാത്രമല്ല, ഒരിടത്ത് തടിയിട്ട് കഴിഞ്ഞാൽ മറ്റു സ്ഥലവും കാണിച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത്. അതാണ് നമുക്കറിയാം, ഈ പറയുന്ന ബൈബിളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം, സാത്താൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കൂടുതലും കണക്റ്റായി നിൽക്കുന്നത് എവിടെയാണ്? ക്രിസ്ത്യൻസിലാണ്. ഓക്കെ, ബൈബിളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമാണ് അത് സാത്താൻ എന്ന് പറയുന്ന ബുക്ക്. അപ്പോൾ ഇത് ഞാൻ എന്താണ് നാട്ടുകാർ നെഗറ്റീവായിട്ട് കാണാൻ കാരണം? അത് നമുക്ക് സാത്താൻ എന്ന് പറയുന്ന ബുക്കിനെ പറ്റി പറയുക, അല്ലെങ്കിൽ തന്നെ ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി സംസാരിക്കുക, സാത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം തിന്മയെ പറ്റിയാണ്. തിന്മയെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മനുഷ്യൻ്റെ പരിണാമപരമായ തിന്മയല്ല. മനുഷ്യൻ്റെ പരിണാമപരമായി ആ പറയുന്ന സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തിന്മയല്ല, മതഗ്രന്ഥങ്ങളുള്ളൊരു തിന്മയാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്തോന്നാണ് മതഗ്രന്ഥങ്ങളിൽ പറയുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അത് മാത്രമല്ല പറയുന്നത്, ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിനാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ സാത്താൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ദുർബലർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആരോടും കരുണയും കാണിക്കാൻ പറയുന്നില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് സ്വാർത്ഥമാകാൻ വേണ്ടിയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരെയും സ്വന്തം ഡെവലപ്മെൻറ്റിന് വേണ്ടി ബാക്കിയുള്ളവർക്ക് വേണ്ടി കോമ്പറ്റീഷൻ ചെയ്ത് സ്വന്തമായി ജീവിക്കുന്നവരെയും ഈ പറയുന്ന ബൈബിളിലായാലും അതേപോലെ ഹിന്ദു മിത്തോളജിയിൽ നമ്മൾ അസുരൻ എന്ന് പറയും. ഇനി ജ്യോതിഷത്തിലോട്ട് വരികയാണെങ്കിൽ കേതു എന്നും പറയും. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെയൊക്കെ ഇങ്ങനത്തെ പേരുകൾ കൊടുക്കാനുള്ള കാരണം ഇത് ഈ സെയിം റീസൺ കൊണ്ടാണ്. കാരണം സ്വന്തമായി ജീവിക്കാൻ, മനസ്സിലായി, സ്വന്തം അതിജീവനത്തിന് വേണ്ടി സർവൈവ് ചെയ്യുന്നതിന് നമ്മൾ സാത്താൻ എന്നാണ് ഈ അസുരന്മാരുടെയും അതേപോലെ തന്നെ അങ്ങനെയാണ് ആ മതഗ്രന്ഥങ്ങളിൽ ആ ഒരു റെഫറൻസാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കുക സ്വന്തമായിട്ട്. ഇത് നിങ്ങൾ സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നെഗറ്റീവായിട്ട് കാണുന്നതിന് കാരണം അതുകൊണ്ടാണ്. അപ്പോൾ അതിലൊരു കാരണം വെച്ചാൽ മോശമായിട്ടുള്ള സംഭവമൊന്നുമില്ല, എതിരാളികളെ. പക്ഷേ സാത്താനിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ പോലെ പറയുന്ന സംഭവമൊന്നുമല്ല. ഒരു കാരണം തല കിട്ടി കഴിഞ്ഞാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കുക എന്നുള്ള സംഭവമൊന്നുമല്ല. ഇങ്ങോട്ട് പണി കിട്ടി അങ്ങോട്ട് പണിയാന്നുള്ള സംഭവമാണ് സാത്താൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എങ്ങനെ നമുക്കൊരു കള്ളത്തനം ചെയ്യാം. കള്ളത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കള്ളത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവനത്തിന് വേണ്ടിയുള്ള സംഭവമാണ്, അല്ലാതെ നമ്മളത് വേറെ രീതിയിൽ കാണേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ. പിന്നെ വേറെ സംഭവമാണ് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ശത്രുക്കളുടെ ഉന്മൂലനത്തിന് വേണ്ടിയാണ്. നമ്മുടെ എതിരെ നിൽക്കുന്ന എനിമിക്ക്, നമ്മുടെ സർവൈവലിന് എതിരെ നിൽക്കുന്ന എനിമീസിനെ അവരെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ഈ സാത്താൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ബൈബിളിൽ പറയുന്ന പോലെ ശത്രുക്കളെയും പോയി സ്നേഹിക്കുക എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലോട്ടല്ല പോകുന്നത്. അത് മാത്രമല്ല, അതിൽ പറയുന്നൊരു കാര്യം, ഇപ്പോൾ നിങ്ങളുടെ ശത്രു, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിൽക്കുന്ന ശത്രുക്കളുടെ, ഇപ്പോൾ നമുക്കറിയാം ബൈബിളിലാണെങ്കിൽ പ്രാർത്ഥനയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രാർത്ഥന, ഇപ്പോൾ ടെമ്പിളിലാണെങ്കിൽ വഴിപാട്, അർച്ചന, അങ്ങനെയൊക്കെ. പക്ഷേ ഇതിലെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരാളുടെ ശത്രുത തോന്നുകയാണെങ്കിൽ ഫുൾ കൂടോത്രമാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തോ ചെയ്യുക, ആ ശത്രുവിൻ്റെ പേര് എഴുതിയതിന് ശേഷം നിങ്ങൾ പേപ്പർ കത്തിച്ച് കളയുക എന്ന് പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായി നിങ്ങളെ തന്നെ ദൈവമെന്ന് സങ്കല്പിച്ചതിന് ശേഷം നിങ്ങൾ എന്തോ ചെയ്യുക, നിങ്ങൾ ശാപവാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ശത്രുക്കളെ ശപിക്കുക എന്ന് പറയുന്നുണ്ട്, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം,
നിങ്ങളിൽ തന്നെ വലിയ സംഭവമായി കാണുക എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുമാത്രമല്ല, നിങ്ങളുടെ ശൈലിയിലോട്ട് തന്നെ പോവുക, ബാക്കിയുള്ളവരെ നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയും പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ അതിജീവിതത്തിന് വേണ്ടി നമ്മൾ എന്ത് അറ്റം വരെയും പോവുക എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം. ഈ ബൈബിളെന്ന് പറയുമ്പോൾ കോൺഷ്യസ് മൈൻഡിനെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് സബ് കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നടക്കുന്ന അതുപോലെ തന്നെ നല്ല കാര്യവും കെട്ടതായിട്ടുള്ള കാര്യത്തിനെ പറ്റിയാണ് ഇത് രണ്ടും കൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. കെട്ടതെന്ന് പറയുന്നില്ല, രണ്ടും ഉപയോഗപ്പെട്ടതാണ്. മറ്റേത് നമ്മുടെ സർവൈവലിന് വേണ്ടി, മറ്റേത് സമൂഹത്തിന് വേണ്ടി. ഇതാണ് സംഭവം. അപ്പോൾ ഈ സാത്താൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും മോശമായി കാണാൻ പാടില്ല. നമുക്കറിയാം, ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ച്, ബാക്കിയുള്ളവർക്ക് പൈസയും കൊടുത്ത്, അങ്ങനെ ബാക്കിയുള്ളവർക്ക് ഉപയോഗപരമായി നിന്നിട്ട് സ്വന്തം ജീവിതം നശിച്ചു പോയവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. സാത്താനിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഗ്യതയില്ലാത്ത അതിജീവിക്കാതിരിക്കുക, ദുർബലനോട് കൈ കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു സാത്താൻ എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സാത്താൻ എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്ന സെയിം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്വർഗത്തിലോട്ട് പോകാൻ വേണ്ടി നിൽക്കല്, നമ്മുടെ ജീവൻ തന്നെ നമ്മൾ സ്വർഗമാക്കി മാറ്റാൻ നോക്കുക. ഓക്കെ. അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നരകത്തെ പേടിച്ച് നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന് സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ തെറ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പോരാടുക. എന്നിട്ട് നമ്മുടെ ജീവിത വിജയത്തിന് നമ്മൾ സ്വർഗമാക്കി മാറ്റുക. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുർബലരോട് കരുണ കാണിക്കാതിരിക്കുക, അതും പറയുന്നുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വികാരങ്ങൾ നമുക്ക് അടക്കി പിടിക്കാനുള്ളതല്ല, അതെല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. അത് ലൈംഗികതയായാലും കോപമായാലും കാമമായാലും അത് നിങ്ങളുടെ ഇമോഷൻ കൃത്യമായി എക്സ്പ്രസ് ചെയ്ത് പോവുക എന്നാണ് പറയുന്നത്. അടക്കി പിടിക്കാൻ ഒരിക്കലും സാത്താൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചടങ്ങുകളും അതുപോലെ തന്നെ ഇതേപോലത്തെ മാജിക്കൽ പരിപാടികളും നമ്മൾ ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൻ്റെ കഴിവ് നമ്മൾ തന്നെ പുറത്ത് എടുക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മാജിക് ഉണ്ട്, അത് നമ്മൾ തന്നെ പുറത്തെടുക്കുക എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ ഹോമ മന്ത്രം അതേപോലെ സംഭവങ്ങളിലോട്ടൊന്നും പോകാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം, ഇതേ സംഭവം തന്നെ നമ്മൾ സാത്താൻ എന്ന് പറയുമ്പോൾ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇതേപോലെ ശത്രുക്കളെ പേരെഴുതി കത്തിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ശത്രുക്കളെ പറ്റി മോശമാക്കി പേപ്പറിൽ ഒരുപാട് വർഷം എഴുതാൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതേ സംഭവം തന്നെ. എന്നാൽ പോലും ഇത് കോമൺ ആയിട്ട് ചെയ്യുന്നത് ശത്രുക്കളുടെ ഉന്മൂലനത്തിന് വേണ്ടിയാണ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ദൈവമില്ല, സാത്താനാണ് ദൈവം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ സാത്താൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മളെ തന്നെയാണ് നമ്മൾ ദൈവമായി കാണുക എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും, കൂടുതലും ഈ പറഞ്ഞ സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ അതിജീവനത്തിന് വേണ്ടി തന്നെയാണ്. മറ്റേത് നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റേത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ നടക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പോൾ സാമൂഹികപരമായി അനുസരിച്ച് പോകുക എന്നുള്ളത്. സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയല്ല, സോപ്പിടുകയാണ്. അതാണ് നന്മയും തിന്മയും തമ്മിലുള്ള നന്മയും തിന്മയെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ സ്വാർത്ഥതയും അത് തന്നെ സോഷ്യലൈസും തമ്മിലുള്ളൊരു ഇതാണ് ഈ രണ്ട് സംഭവം ഇവിടെ വർക്കാവും. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ മതഗ്രന്ഥങ്ങളും നെഗറ്റീവ് ഷെയ്ഡായിട്ട് അവതരിപ്പിക്കുന്ന വില്ലന്മാരായാലും, ഇപ്പോൾ ഹിന്ദുസ്ഥാനിലായാലും അസുരന്മാരെന്ന് പറയുമ്പോൾ അവർ സ്വാർത്ഥതയായിട്ടാണ് ജീവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യം നേടാൻ വേണ്ടി അവരെന്തോ ചെയ്യുന്നുണ്ട്, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ലക്ഷ്യം മാത്രം നോക്കുന്നുണ്ട്. എത്ര പേരെ കൊന്നിട്ടായാലും അവരുടെ ലക്ഷ്യം നോക്കുന്നു, അവരുടെ അതിജീവനം മാത്രം നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നവരെ നെഗറ്റീവ് ഷെയ്ഡായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹിന്ദുസത്തിലായാലും, ഇപ്പോൾ ഇതേപോലെ എവിടെ പോയാലും മനസ്സിലായില്ലേ, ഹിന്ദു മിത്തോളജി ആയാലും ക്രിസ്ത്യൻസിലായാലും സ്വന്തം ജീവിതത്തിന് വേണ്ടി സ്വന്തം ദുർബലരുടെ കീഴടക്കി, മനസ്സിലായോ, ദുർബലരെ നമ്മൾ കീഴടക്കിയതിന് ശേഷം എന്നിട്ട് കൂടിയവരെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളെക്കാട്ടി ഉയർന്നവയോടെ നിന്നതിന് ശേഷം ദുർബലയുടെ കീഴടക്കുന്ന ആൾക്കാരെ, സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം ഗ്രോത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരെ എന്തോന്നാണ് പറയുന്നത്? ബൈബിളിലായാലും അതേപോലെ തന്നെ രാമായണ ഭഗവത്ഗീതയിലും അങ്ങനെ തന്നെ എവിടെയായാലും പറയുന്ന കാര്യം എന്തോന്നാണ്? അസുരന്മാർ. അല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യൻസിൽ വേറെ പേര് പറയും, മനസ്സിലായില്ലേ,
അങ്ങനെ ചാത്തൻ എന്നൊക്കെ പറയും, മനസ്സിലായി അല്ല, സാത്താൻ എന്നൊക്കെ പറയും. സാത്താനാണ് ഈ അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞ ഷെയ്ഡൊക്കെ ഉപയോഗിച്ചുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ്. അപ്പോൾ സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും മോശമായി കാണാൻ പാടില്ല. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കൂടുതൽ ഫോക്കസ് നമ്മുടെ സർവൈവലാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം, ഇത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതിലേതാണ് നമുക്ക് ഗുണപ്പെടുന്നത്? നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്താണ് ഗുണപ്പെടുന്നത്? സാത്താനാണോ അതോ ഈ പറഞ്ഞ പോലെ ഈ സാത്താൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണോ അതോ ഈ പറഞ്ഞ പോലെ ഈ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണോ? എന്താണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ? ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ. തീർച്ചയായും സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇതിൽ നമ്മൾ കിട്ടുന്നത് സെൽഫ് കോൺഫിഡൻസ്. ഒന്നാമത്തെ കാര്യം ഇതിൽ അങ്ങനെ പ്രത്യേകത സംഭവം സെൽഫ് കോൺഫിഡൻസ് കൂട്ടുക. അത് മാത്രമല്ല നമ്മൾ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സംഭവം. പിന്നെ എന്തോന്നാണ്, നിയമങ്ങളിൽ നിന്ന് മാറ്റി എല്ലാ ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിലാണ്. അപ്പോൾ നമ്മുടെ വളർച്ച സ്വന്തമായി ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന പോലെ സാത്താൻ എന്ന് പറയുന്ന കോൺസെപ്റ്റുള്ള ബുക്ക്. അപ്പോൾ ഈ നെഗറ്റീവ് ഷെയ്ഡായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇപ്പോൾ സാധാരണമായി ഈ പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെൽഫിഷായി ജീവിക്കുന്ന ആൾക്കാരെ വീണ്ടും മതങ്ങളിലോട്ടിട്ട് ബാക്കിയുള്ളവർക്ക് സഹകരണത്തോടെ ജീവിക്കുക എന്ന് പറയുന്ന സംഭവത്തിലോട്ട് ഇട്ട ഒരു സംഭവമാണ് ഈ മതങ്ങളെന്ന് പറയുന്നത്. സത്യം പറഞ്ഞ് ഇതേപോലെ ബൈബിളിലൊക്കെ നമ്മൾ അടിമയാകാൻ പഠിപ്പിക്കുന്നു. അതേപോലെ രാമായണത്തിൽ ഭഗവത്ഗീതയിൽ ആയാലും നമ്മൾ അടിമയാകാൻ പഠിപ്പിക്കുന്നു. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ അടിമയാക്കി നമ്മളെ രാജാവാകാൻ പഠിപ്പിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇതാണ് ഈ പറഞ്ഞ പോലെ സാത്താനും അതേപോലെ തന്നെ എന്തോന്നാണ് ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ജീസസ് ക്രൈസ്റ്റും തമ്മിലുള്ള കോൺസെപ്റ്റിൻ്റെ വ്യത്യാസം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ എവിടെ ആയാലും എല്ലാ സ്റ്റോറി നോക്കുമ്പോഴായാലും മതഗ്രന്ഥങ്ങളുള്ള എല്ലാ സ്റ്റോറി നോക്കുമ്പോഴായാലും സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടി ഈ ലോകം കീഴടക്കാൻ നോക്കുന്ന ആൾക്കാരെ നെഗറ്റീവ് ഷെയ്ഡായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം ഈ സമൂഹത്തിന് വേണ്ടി ബാക്കിയുള്ളവർ അടിമയായി ജീവിക്കുന്നവരെ എന്തോ ചെയ്യുന്നുണ്ട്, മതഗ്രന്ഥങ്ങളിൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിമത്തെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്, കോമ്പറ്റീഷൻ്റെ മൈൻഡ് സെറ്റിനെ മോശമായി കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാതെ ബൈ ബൈ.